നമസ്കാരം. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ കേരളത്തിൽ ദുർമന്ത്രവാദം നടക്കുന്നു എന്നുള്ള കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരിന് പ്രതിസന്ധിയും അതിനോടൊപ്പം തന്നെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനും ഈ കോൺഗ്രസ് സർക്കാർ നിലം പൊത്താനും രാഷ്ട്രീയ ശത്രുക്കൾ ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിച്ചതായി തനിക്ക് വിവരം ലഭിച്ചു എന്നാണ് ഡി.കെ. ശിവകുമാർ തുറന്നു പറഞ്ഞത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പതിവായി ദർശനത്തിന് വേണ്ടി എത്താറുള്ളത്. എന്നാൽ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദുർമന്ത്രവാദം നടന്നത് എന്നതടക്കമുള്ള വിവരങ്ങളൊന്നും തന്നെ ഡി.കെ. പങ്കുവച്ചിട്ടില്ല. ഇതിന് പിന്നിൽ ആരായിരുന്നു എന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നാണ് ഡി.കെ. ശിവകുമാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നിലവിൽ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു ദുർമന്ത്രവാദം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് തന്നെയാണ് കേരള സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 42 ആടുകളെയും 3 കന്നുകാലികളെയും 5 പന്നികളെയും യാഗത്തിന് ശേഷം ബലി കഴിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിരുന്നു. അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ആണ് ഈ യാഗം അവസാനിപ്പിച്ചത്. നിലവിൽ നമുക്കറിയാം മൃഗബലി വിലക്കപ്പെട്ടതാണ്. അവിടെ നിയമപരമായുള്ള ശിക്ഷ നേരിടേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പുറത്തു കൊണ്ടുവരുമെന്ന് കേരളത്തിലുള്ള ഭരണകൂടം കൂടി പറയുന്നുണ്ട്. പക്ഷേ ഡി.കെ. ശിവകുമാർ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്താത്ത അത്രയും കാലം ഇത് വലിയ വിവാദമായി തന്നെ തുടരുകയും ചെയ്യും. എന്നാൽ ഡി.കെ. ശിവകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ഹൈന്ദവ സംഘടനകൾ അദ്ദേഹത്തിന് എതിരെ എത്തിയിട്ടുണ്ട്. ഡി.കെ. ശിവകുമാറിന്റെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് യോഗക്ഷേമ സഭാ അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണ് രംഗത്തെത്തിയത്. ശിവകുമാറിന്റേത് രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്നും ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. മാത്രമല്ല ഹൈന്ദവ സമൂഹത്തിൽ ഇത്തരം വികലമായ വിശ്വാസങ്ങൾ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും കൂടുതൽ ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഹിന്ദു സംഘടനകൾ ഡി.കെ. ശിവകുമാറിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിൽ ആദ്യം പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ഈ യോഗക്ഷേമ സഭ അധ്യക്ഷൻ തന്നെയാണ്. നിലവിൽ എന്തായാലും വലിയൊരു വിവാദത്തിനാണ് ഡി.കെ. ശിവകുമാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തിരികൊളുത്തിയിരിക്കുന്നത്. ഈ വിവാദ വെളിപ്പെടുത്തൽ കേരള സർക്കാരിനെയാണോ അതോ കർണാടക സർക്കാരിനെയാണോ ബാധിക്കാൻ പോകുന്നത് എന്നും ആരൊക്കെയാണ് ശിവകുമാർ ഉദ്ദേശിച്ച ഈ രാഷ്ട്രീയ ശത്രുക്കൾ എന്നുള്ളതുമൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ശിവകുമാറിനെതിരെയുള്ള പ്രതിഷേധം കൃത്യമായി ഹൈന്ദവ സംഘടനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.